നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നതിനുള്ള രക്തപരിശോധന അടുത്ത വർഷം ആരംഭിച്ചേക്കാം. ഇംഗ്ലണ്ടിലെ നാഷണൽ ഹെൽത്ത് സർവീസ് രക്തപരിശോധനയുടെ സാധ്യതകൾ വിലയിരുത്തുന്നു. ഒരു രക്തസാമ്പിളിൽ നിന്ന് 50-ലധികം തരം ക്യാൻസർ കോശങ്ങളുടെ DNA കണ്ടെത്താൻ കഴിയുന്ന ഗലേറി സ്ക്രീനിംഗ് ടെസ്റ്റിന്റെ UK പരീക്ഷണത്തിന്റെ ഫലങ്ങൾ 2026 വെളിപ്പെടുത്തും. ഇതുവഴി ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ രോഗനിർണയം സാധ്യമാക്കുന്നു. പല പരീക്ഷണ ഫലങ്ങൾ അനുകൂലമാണെങ്കിൽ NHS സേവനങ്ങൾ എങ്ങനെ വേഗത്തിലാക്കാം എന്നതിനെക്കുറിച്ച് NHS ആരോഗ്യ വകുപ്പുമായി ചർച്ചകൾ നടത്തി വരികയാണ്. NHS പ്രതിസന്ധികൾക്കിടയിൽ A&Eയിൽ ഡോക്ടറെ നിയമിക്കുന്നു. UKയിലെ നാഷണൽ ഹെൽത്ത് സർവീസ് അതിന്റെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി വകുപ്പുകളിൽ കടുത്ത വെല്ലുവിളികൾ നേരിടുന്നു. ഇത് കോറിഡോർ കെയറിനായി പ്രത്യേകമായി മെഡിക്കൽ സ്റ്റാഫിനെ നിയമിക്കുന്നതിലേക്ക് നയിക്കുന്നു. ലഭ്യമായ ബെഡുകളുടെ കുറവ് കാരണം ആശുപത്രി ഇടനാഴികളിൽ ട്രോളികളിൽ രോഗികളെ ചികിത്സിക്കുന്നതാണ് ഈ രീതി. 2025 ജനുവരിയിൽ നോർത്ത് ലണ്ടനിലെ വിറ്റിംഗ്ടൺ ഹോസ്പിറ്റൽ അത്യാഹിത വിഭാഗത്തിൽ വാർഡ് പ്രവേശനത്തിനായി കാത്തിരിക്കുന്ന രോഗികളെ കൈകാര്യം ചെയ്യുന്നതിനായി കോറിഡോർ നഴ്സുമാരെ നിയമിക്കുന്നതിനായി പരസ്യം നൽകിയതിനു ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. ഈ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളിൽ ഇൻഫ്ലുവൻസ, COVID-19, നോറോ വൈറസ്, റെസ്പിറേറ്ററി സിൻസിറ്റിയൽ വൈറസ് എന്നിവയുടെ കോഡമിക് ഉൾപ്പെടുന്നു. ലഭ്യമായ ബെഡുകളുടെ എണ്ണത്തിലുണ്ടായ കുറവും രോഗികളുടെ എണ്ണത്തിലുള്ള വർധനവുമാണ് ഈ സ്ഥിതി കൂടുതൽ വഷളാക്കിയത്. ഹൃദയാഘാതം മൂലം ഭർത്താവ് മരിച്ചതിൽ NHSനെതിരെ പരാതിയുമായി ഇന്ത്യക്കാരി. ഇന്ത്യൻ വംശജൻ ഹൃദയാഘാതം മൂലം മരിച്ചതോടെ NHSനെതിരെ പരാതിയുമായി ഭാര്യ. ബ്രിസ്റ്റോളിലെ സൗത്ത് മീഡ് ആശുപത്രിയിൽ 40-കാരൻ സുനിൽ രസ്തോഗിക്കാണ് ജീവൻ നഷ്ടമായത്. കൊറോണർക്കും പേഷ്യൻസ് അഡ്വൈസ്ഡ് ആൻഡ് ലിയാസൺ സർവീസിനും യുവതി പരാതി നൽകി. ഫെബ്രുവരി 17 പുലർച്ചെ ഛർദിയും നെഞ്ചിൽ വിമിഷ്ടവുമായിട്ടാണ് സുനിൽ എഴുന്നേറ്റത്. സിസേറിയൻ കഴിഞ്ഞ ഭാര്യയെ ബുദ്ധിമുട്ടിക്കാൻ ആദ്യം മടിച്ചു. പിന്നീട് സ്ഥിതി മോശമായതോടെ മെഡിക്കൽ സഹായം തേടി. 111-ൽ വിളിച്ചിട്ട് സഹായം കിട്ടാതായതോടെ 999-ൽ വിളിച്ചു. 3 തവണ വിളിച്ചതിന് ശേഷമാണ് സംസാരിക്കാനായത്. 2 മണിക്കൂറിന് ശേഷമാണ് ആംബുലൻസ് എത്തിയത്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലും അടിയന്തര വൈദ്യസഹായം നൽകിയില്ല. ശ്വസിക്കാൻ ബുദ്ധിമുട്ടേറിയപ്പോഴാണ് ICUവിലേക്ക് മാറ്റിയത്. വൈകാതെ മരണം സംഭവിക്കുകയും ചെയ്തു. തന്റെ നഷ്ടം വളരെ വലുതാണെന്നും ഭാര്യ പ്രിയ പറഞ്ഞു. കടുത്ത പ്രതിഷേധമാണ് ഇവർ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെതിരെ ഉയർത്തുന്നത്. UKയിൽ നോറോ വൈറസിന്റെ 2ാം തരംഗം. വിന്റർ വോമിറ്റിംഗ് ബഗ് എന്നറിയപ്പെടുന്ന നോറോ വൈറസിന്റെ 2ാം തരംഗ സാധ്യതയെക്കുറിച്ച് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് നോറോ വൈറസ് കേസുകളെന്ന് സമീപകാല ഡേറ്റ സൂചിപ്പിക്കുന്നു. 2025 ഫെബ്രുവരി 3-നും ഫെബ്രുവരി 16-നും ഇടയിൽ ലബോറട്ടറി സ്ഥിരീകരിച്ച കേസുകളിൽ വർധനവുണ്ടായിട്ടുണ്ട്. താരിഫ് രഹിത വ്യാപാര കരാറിനെക്കുറിച്ച് ട്രംപും സ്റ്റാർമറും ചർച്ച ചെയ്തു. UK-US വ്യാപാര താരിഫുകളുടെ ആവശ്യകത ഇല്ലാതാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടു. ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ അനുകൂലമായ സാമ്പത്തിക ക്രമീകരണത്തെക്കുറിച്ച് സൂചന നൽകി. വൈറ്റ് ഹൗസിൽ നടന്ന സംയുക്ത പത്രസമ്മേളനത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും UK പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമറും ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായി പ്രഖ്യാപിച്ചു. ഉക്രൈനിലെ സംഘർഷം, ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാന വിഷയങ്ങളും ഇരു നേതാക്കളും അഭിസംബോധന ചെയ്തു. എന്നാൽ യൂറോപ്യൻ യൂണിയനിൽ നിർമ്മിക്കുന്ന എല്ലാ സ്റ്റീൽ, അലൂമിനിയം സാധനങ്ങൾക്കും 25% ഇറക്കുമതി നികുതി ഏർപ്പെടുത്തുന്നത് UKയെ ബാധിക്കും. തീരുവ ചുമത്തുന്നതിൽ നിന്ന് പ്രസിഡന്റിനെ പിന്തിരിപ്പിക്കാൻ സർ കെയർ സ്റ്റാർമർ ശ്രമിച്ചോ എന്ന ചോദ്യത്തിന് ശ്രമിച്ചു എന്നാണ് ട്രംപ് മറുപടി നൽകിയിരിക്കുന്നത്. US കാർഷിക കയറ്റുമതിയെക്കുറിച്ചും ടെക് കമ്പനികൾക്ക് UK നികുതി ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതോടെ ചർച്ചകൾ സ്തംഭിച്ചു. ഗാറ്റ്വിക്കിന്റെ 2ാമത്തെ റൺവേക്ക് സർക്കാർ പിന്തുണ ലഭിച്ചു. ഗാറ്റ്വിക്ക് വിമാനത്താവളത്തിന്റെ നിലവിലുള്ള നോർത്തേൺ സ്റ്റാൻഡ് ബൈ റൺവേ പതിവ് ഉപയോഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള £2.2 ബില്യൺ പദ്ധതി കാലതാമസം നേരിടുന്നുണ്ടെങ്കിലും UK സർക്കാർ താൽക്കാലികമായി പിന്തുണച്ചിട്ടുണ്ട്. 2030കളുടെ അവസാനത്തോടെ പ്രതിവർഷം 75 ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളുന്നതിനായി വിമാനത്താവളത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കാനും 14,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഓരോ വർഷവും സമ്പദ് വ്യവസ്ഥയ്ക്ക് £1 ബില്യൺ സംഭാവന നൽകാനും ഇത് ലക്ഷ്യമിടുന്നു. ഗാറ്റ്വിക്ക് എയർപോർട്ടിലേക്കുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റിയും ശബ്ദ മലിനീകരണ നിയന്ത്രണവുമാണ് നിലവിലെ തടസ്സമായി ദി പ്ലാനിംഗ് ഇൻസ്പെക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നതും. അതുമൂലമാണ് കാലതാമസം വരുന്നതെന്നും ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഹെയ്ഡി അലക്സാണ്ടർ പറഞ്ഞു. കൂടുതൽ പ്രതികരണങ്ങളും നിർദ്ദേശത്തിൽ ക്രമീകരണങ്ങളും അനുവദിക്കുന്നതിനായി അന്തിമ തീരുമാനം ഒക്ടോബർ 27-ലേക്ക് മാറ്റിവെച്ചു. സർക്കാരിന്റെ നിബന്ധനകളോട് പ്രതികരിക്കാൻ ഏപ്രിൽ 24 വരെ സമയമുണ്ട്. എക്സൽ ബുള്ളിയുടെ ആക്രമണത്തിൽ 19-കാരി മരിച്ചു.
ബ്രിസ്റ്റലിലെ ഒരു ഫ്ളാറ്റിൽ അമേരിക്കൻ എക്സൽ ബുള്ളി ഇനത്തിൽപ്പെട്ട നായയുടെ ആക്രമണത്തിൽ 19 വയസ്സുകാരി ദാരുണമായി മരിച്ചു. നിരോധിത ഇനമായ നായയെ കൈവശം വെച്ചതിനും മരണത്തിന് കാരണമാകുന്ന അപകടകരമായ നായയുടെ ചുമതല വഹിച്ചതിനും 2 വ്യക്തികളെ അറസ്റ്റ് ചെയ്തു. 2024 ഫെബ്രുവരി മുതൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സെപ്ഷൻ ഇല്ലാതെ എക്സൽ ബുള്ളി നായ്ക്കളെ സ്വന്തമാക്കുന്നതിന് UK സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പൊതുസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഈ ഇനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ദുരന്തങ്ങൾ തടയുന്നതിനുമായിരുന്നു സർക്കാർ നടപടി. ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പക്ഷേത്രത്തിൽ മഹാശിവരാത്രി പൂജകൾക്ക് ഭക്തി നിർഭരമായ സമാപനമായി. ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. അയ്യപ്പക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകളുടെ വീഡിയോകൾ ഇതോടൊപ്പം. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക.